ഇതിനുള്ളിൽ അകപ്പെട്ടാൽ തിരിച്ചുവരവ് സാധ്യമാണോ? ആമസോൺ കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിഗൂഢതകൾ നിറഞ്ഞ ആമസോൺ വനം ഒരു വിവരണാതീതമായ പ്രഹേളിക പോലെയാണ്. കോടിക്കണക്കിന് ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനം ലോകത്തിലെ ഏറ്റവും വലിയ വനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. 9 രാജ്യങ്ങളുടെ അതിർത്തികൾ തൊടുന്ന തരത്തിൽ വിശാലമാണ് ഈ വനം. ആരെങ്കിലും ഈ വനത്തിൽ അകപ്പെട്ടാൽ പുറത്തു കടക്കാൻ കുറച്ച് ദിവസം എടുത്തേക്കാം. മാത്രമല്ല നിങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. ഈ കാടിന്റെ ഉള്ളിലേക്ക് മനുഷ്യൻ ഇറങ്ങാൻ പോലും ചിന്തിക്കാത്തതിന് കാരണം ഇതാണ്. ഇതിനെ മഴക്കാടുകൾ എന്നും വിളിക്കുന്നു. ആമസോൺ വനവുമായി ബന്ധപ്പെട്ട് ആളുകളെ അമ്പരപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട്. ഈ അമ്പരപ്പിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ച് ഇവിടെ നമുക്ക് നോക്കാം. ആമസോൺ വനത്തിൽ എപ്പോഴും വെള്ളം തിളച്ചുമറിയുന്ന ഒരു നദിയുണ്ട്. ആരെങ്കിലും അബദ്ധത്തിൽ അതിലെ വെള്ളത്തിൽ വീണാൽ അയാളുടെ മരണം ഏതാണ്ട് ഉറപ്പാണ്. പെറുവിലെ ഈ നിഗൂഢ നദി 2011 ജിയോളജിസ്റ്റ് ആന്ദ്രേ റുജോയാണ് കണ്ടെത്തിയത്. ഈ നദിക്ക് ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട്. റുജോയുടെ അഭിപ്രായത്തിൽ അതിലെ വെള്ളം വളരെ ചൂടാണ്. ആ ചൂടിൽ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പോലും കഴിയും. മനുഷ്യനോ മൃഗമോ ഈ നദിയിലെ തിളച്ച വെള്ളത്തിൽ വീണാൽ മരിക്കാനിടയുണ്ട്. വെള്ളത്തിൽ വീഴുന്ന നിരവധി ചെറുജീവികൾ തൽക്ഷണം ചത്തൊടുങ്ങുന്നു. അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നു. നദിയിലെ ജലത്തിന്റെ താപനില ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയപ്പെടുന്നു. ഈ നദി പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. അതിലെ വെള്ളം നിഗൂഢമായി തിളച്ചു മറിയുന്നു. സയന്റിസ്റ്റ് ഇതേക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ എന്തുകൊണ്ടാണ് അതിലെ വെള്ളം ഇത്ര ചൂടാകുന്നത് എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആമസോൺ വനത്തെ ഭൂമിയുടെ ശ്വാസകോശമെന്നും വിളിക്കുന്നു. കാരണം ഭൂമിയിലെ മൊത്തം ഓക്സിജന്റെ 20% ഈ വനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ ഭീമാകാരമായ വനം 1.7 ബില്യൺ ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ഈ ഒരൊറ്റ വനം 9 രാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്പർശിക്കുന്നു എന്നതിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ വിശാലത കണക്കാക്കാം. 9 രാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്പർശിക്കുന്നു എന്നതിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ വിശാലത കണക്കാക്കാം. ഈ വനം എത്രത്തോളം മനോഹരമാണോ അതുപോലെ തന്നെ നിഗൂഢവുമാണ്. ഈ കാട്ടിൽ കടന്ന് വഴിതെറ്റിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വലിയ വനത്തിൽ 16,000-ത്തിലധികം മരങ്ങളും ചെടികളും ഉണ്ടെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. 25 ലക്ഷത്തിലധികം ഇനം പ്രാണികളും ഈ കൊടുങ്കാട്ടിൽ കാണപ്പെടുന്നു. ഇവയിൽ ചില പ്രാണികൾക്ക് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അത്ര വിഷമുണ്ട്. അനാക്കോണ്ടയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കണം. ആമസോൺ കാടുകളിലെ നദികളിൽ കൂടുതലായി കാണപ്പെടുന്ന ഭീമൻ പാമ്പുകളാണിവ. ഇതുകൂടാതെ പിരാന പോലുള്ള അപകടകരമായ മത്സ്യങ്ങളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈൽ മത്സ്യങ്ങളും ഈ നദികളിൽ കാണപ്പെടുന്നു. പലതരം മാരക രോഗങ്ങളും പരത്തുന്ന വാമ്പയർ വവ്വാലുകളും ഈ വനത്തിൽ കാണപ്പെടുന്നു. ഈ വനത്തിൽ പോകുന്നത് മരണത്തിന്റെ വായിൽ പോകുന്നത് പോലെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയൊക്കെ കേട്ടിട്ട് മനുഷ്യർ ഈ വനത്തിൽ വസിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത്. 500-ലധികം ഗോത്രവർഗങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട്. ഈ വനങ്ങളിൽ 50% പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ഏറ്റവും വലിയ മഴക്കാട്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ. 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലാണ് ആമസോൺ വ്യാപിച്ചു കിടക്കുന്നത്. ആമസോൺ വളരെ സാന്ദ്രമായതിനാൽ പ്രകാശത്തിന് വരെ ചില സ്ഥലങ്ങളിൽ എത്താൻ കഴിയില്ല. ആമസോൺ കാടുകൾ വളരെ നിബിഡമാണ്. അതിൽ പല ഭാഗങ്ങളിലും വെളിച്ചം എത്തില്ല. ആമസോൺ വനത്തിന്റെ 60% ബ്രസീലിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. 13% പെറുവിലും ബാക്കിയുള്ള പങ്ക് കൊളംബിയ, വെനസ്വേല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സുരിനാം, ഫ്രഞ്ച് ഗയാന എന്നിവിടങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. ആമസോൺ വനം വളരെ അപകടകരം. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആമസോൺ വനം പച്ചപ്പ് നിറഞ്ഞതും മനോഹരവുമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അത് അപകടകരമാണ്. മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് കൊല്ലാൻ കഴിയുന്ന നിരവധി മരങ്ങളും ചെടികളും മൃഗങ്ങളും ഈ കാട്ടിലുണ്ട്. ആമസോൺ വനത്തിലെ വലിയ മൃഗങ്ങളെക്കാൾ അപകടം ഉറുമ്പുകളാണ്. തങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഒരാളുടെ ജീവൻ പോലും അപഹരിക്കുന്ന തരത്തിൽ അപകടകാരികളാണ് ഇവിടെ കാണപ്പെടുന്ന ബുള്ളറ്റ് ഉറുമ്പുകൾ. അപകടകാരികളായ നിരവധി ചിലന്തികളെ ആമസോൺ വനത്തിൽ കാണാം. ഇതിലൊന്നാണ് ടാരാന്റുല ചിലന്തി. ഈ ചിലന്തി വളരെ അപകടകാരിയാണ്. അത് മനുഷ്യന്റെ കണ്ണിലെങ്ങാനും തൊട്ടാൽ ഒരു നിമിഷം കൊണ്ട് കണ്ണ് പൊട്ടിത്തെറിക്കും. ഇനിയും വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കൂ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.